പിതൃപുണ്യത്തിൽ അലിഞ്ഞ് ദക്ഷിണ കേരളത്തിലെ ബലിതർപ്പണ കേന്ദ്രങ്ങൾ തിരുവല്ലം, വർക്കല, തിരുമുല്ലാവാരം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഭക്തലക്ഷങ്ങൾ ബലിയർപ്പിച്ചു. തിരുവനന്തപുരത്തെ തർപ്പണ കേന്ദ്രങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള വിശ്വാസികൾ വലിയ തോതിലെത്തിയിരുന്നു. പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മനസ്സും ശരീരവും വ്രതശുദ്ധമാക്കി ബലിയർപ്പിക്കാൻ ഒഴുകിയെത്തിയത് വിശ്വാസി ലക്ഷങ്ങളാണ്. വലത് കൈയിലെ മോതിരവിരലിൽ പവിത്രമണിഞ്ഞ് തൂശനിലയിൽ ദർഭ വിരിച്ച് എള്ളും അക്ഷതവുമായി ശ്രാദ്ധം കൂട്ടി പിതൃക്കളെ വിളിച്ച് പിണ്ടച്ചോറുരുട്ടി മന്ത്രോച്ചാരണത്തോടെ ആത്മസമർപ്പണം. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ആചാര ഐതിഹ്യ പെരുമകൾ ഏറെയാണ്. എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരീരം എന്നാണ്. പരശുരാമക്ഷേത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെന്നാലും നമ്മളായിട്ട് മാറും. ഭഗവാന്റെ ശരീരത്തിലേക്കാണ് നമ്മൾ ഭഗവാനായിട്ട് മാറി എന്നുള്ളതുകൊണ്ടാണ് ദുർമരണം സംഭവിച്ചാൽ പോലും തിരുവല്ലത്ത് വന്ന് പിതൃതർപ്പണം ചെയ്താൽ അത് മോക്ഷദായകമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ വലിയുള്ള ഒരേ ഒരു സ്ഥലം തിരുവല്ലം മാത്രമാണ്. ലോകത്ത് വേറെ ഒരിടത്തും ക്ഷേത്രത്തിന് വെളിയിലാണ് ബലി, അകത്തില്ല. തിരുവനന്തപുരത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിൽ എല്ലാ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നത് ശ്രദ്ധേയമായി. கோயம்புத்தூர்லேருந்து ஃபஸ்ட் டைம் எல்லாம் சிறப்பாக பண்ணுறாங்க. ஹாப்பி, என்னோட மகனை இருந்ததுனால ஹாப்பி இல்லை, ஆனால் கோயிலுக்கு வந்து திருப்தியாக பண்ணி கொடுத்தாங்க, எல்லாம் ஹாப்பி. വർക്കല പാപനാശം, തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം തുടങ്ങി തെക്കൻ കേരളത്തിലെ മറ്റ് പ്രധാന സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. എല്ലാ തർപ്പണ കേന്ദ്രങ്ങളിലും സേവാഭാരതി, ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. പത്തനംതിട്ട, കൊല്ലം ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.